സംഗീത സംവിധായകൻ ബാബുരാജിൻ്റെ ആദ്യ ചിത്രമായ മിന്നാമിനുങ്ങ് പുറത്തിറങ്ങിയത് 1957 മെയ് 24-നാണ്. ചിത്രകേരള പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ സംവിധാനം രാമു കാര്യാട്ട് നിർവഹിച്ചു. നിർമ്മാണം ശ്രീനിവാസനും. കഥ, തിരക്കഥ രാമു കാര്യാട്ടും പോഞ്ഞിക്കര റാഫിയും ചേർന്നാണ് തയ്യാറാക്കിയത്. സംഭാഷണം എഴുതിയത് KS തളിക്കുളവും. ബോക്സ് ഓഫീസിൽ വിജയിക്കാതെ പോയ ഒരു ചിത്രമായി മാറി മിന്നാമിനുങ്ങ്. പി. ഭാസ്കരൻ്റേതായിരുന്നു ഗാനങ്ങൾ. പാടിയത് കോഴിക്കോട് അബ്ദുൽ ഖാദർ, മച്ചാട് വാസന്തി, മീന സുലോചന, മെഹബൂബ്, ശാന്ത പി നായർ എന്നിവരും. ഇതിലെ അഭിനേതാക്കൾ ആയിരുന്നു ദമയന്തി, സീത, പത്മം മേനോൻ, മേരി എഡ്ഡി, മാഗി, വാസുദേവ്, മണവാളൻ ജോസഫ്, ബാലകൃഷ്ണ മേനോൻ, സാബു, പരമേശ്വരൻ നായർ, ബേബി സീത, ഉസ്മാൻ എന്നിവർ. PA ബക്കർ ഇതിൽ സഹസംവിധായകനായി മാറി. നാടകക്കാരെ അഭിനയിപ്പിച്ചു എന്നത് ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു. ഡോക്ടർ സദാനന്ദൻ്റെ ഭാര്യ മരിച്ചു. എന്നാൽ മക്കളായ സുമയെയും ബാബുവിനെയും ഓർത്ത് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഡോക്ടർ സദാനന്ദൻ തയ്യാറായിട്ടില്ല. വീട്ടിൽ ഒരു സഹായിയായി അമ്മിണി എന്ന സ്ത്രീയെ നിർത്തി. സഹായിയാണെന്ന് മാത്രമല്ല, അമ്മിണിയെ ഒരു കുടുംബാംഗത്തെപ്പോലെയാണ് സദാനന്ദൻ കണ്ടുവന്നത്. ബാബുവും സുമയും സ്വന്തം അമ്മയെപ്പോലെ അവരെ സ്നേഹിച്ചു. ഇതിനിടെ നാട്ടുകാർ അപവാദ പ്രചരണം തുടങ്ങി. അത് അമ്മിണിയെ വല്ലാതെ വേദനിപ്പിച്ചു. അപവാദ ഭാരത്താൽ അപമാനിതയായ അമ്മിണി വീട് വിട്ടുപോയി. ബാബുവിന് അസുഖമായി കിടപ്പിലായി. അമ്മിണിയില്ലാതെ കുട്ടികൾ വിഷമിക്കാൻ തുടങ്ങി. ഒടുവിൽ ബാബുവിനെ കാണാൻ അമ്മിണി ഓടിയെത്തി. അമ്മിണിക്ക് തന്നോട് പ്രണയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സദാനന്ദൻ അമ്മിണിയെ വിവാഹം കഴിച്ചു. ഇതായിരുന്നു മിന്നാമിനുങ്ങിൻ്റെ കഥ.